Praise the Lord. Hallelujah. How many of you are happy to be in the presence of the Lord? Can you raise your hand and give a shout of praise to the Lord? Hallelujah. Hallelujah. Greetings to all of you in the matchless name of our Lord and Savior Jesus Christ. I greet Pastor Albin, who is leading the service today. Also, Pastor Shibu Matthew, and all the dear and near ones who are here to worship God. It's great to be in the presence of God, because the presence of God makes us rejoicing in the Lord. Hallelujah. Praise the Lord. So let us be filled with the presence of God, and let us be joyful in His presence. And as we are joyful, as we worship Him, that is the time when God's power is manifest upon us. ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയും ദൈവസന്നിധിയിൽ ആനന്ദിക്കുകയും ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അധികാരവും നമ്മുടെ മേൽ കടന്നു വരുന്നത്. സന്തോഷമുണ്ടോ? Hallelujah. Praise the Lord. Now we sang a wonderful song. It says, Lord, you are my rock. In passing, as an introductory verse, I just want you to read with me Isaiah chapter 32, verse 2. Isaiah chapter 32, verse 2. Thank you. In the Malayalam and also in the English translations, it says, and a man. മലയാളത്തിൽ ഓരോരുത്തൻ, പക്ഷെ അതിൻ്റെ ആക്ച്വൽ ട്രാൻസ്ലേഷൻ ഒരുത്തൻ. ആ ഒരുത്തൻ എന്തായിരിക്കും? shall be an hiding place from the wind and a covert from the tempest, as rivers of water in a dry place, and as the shadow of a great rock in a weary land. Praise the Lord. വൻ പാറയുടെ തണൽ പോലെ ഇരിക്കും. You know, they have found that if there is a rock cutting the strong wind, that area on the other side of the rock will be a very fertile land. ശക്തമായി അടിക്കുന്ന കൊടുങ്കാറ്റിനെതിരെ ഒരു പാറ മറവായിട്ടുണ്ടെങ്കിൽ ആ പാറയുടെ മറുവശം ഫലപുഷ്ടമായ ഒരു സ്ഥലമായിരിക്കും. ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലാവുന്നുണ്ടോ? Otherwise, it becomes barren due to the strong winds that continue to blow upon that land. ഒരു വലിയ ദേശത്തിൻ്റെ നേരെ അടിക്കുന്ന കൊടുങ്കാറ്റുകൾ ആ ദേശത്തെ ഫലമില്ലാതാക്കുമ്പോൾ, ഊഷര മരുഭൂമിയാക്കുമ്പോൾ, അവിടെ ഒരു പാറയുണ്ടെങ്കിൽ ആ പാറയുടെ തണലിൽ അത് ഫലപുഷ്ടമായി തീരുകയാണ്. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലായി? മനസ്സിലായെങ്കിൽ കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? On our own we are helpless. On our own we become barren because of the strong wind that comes against us. The winds of the enemy wants to make us barren, unfruitful. But this morning, how many of you can say, yes, I take refuge in that rock? Hallelujah. Hallelujah. ഞാൻ പറഞ്ഞതാർക്കും പിടികിട്ടിയില്ലെന്ന് തോന്നുന്നു. ശക്തമായ കൊടുങ്കാറ്റ്, ഇനി മലയാളത്തിൽ അങ്ങ് തീർത്ത് പറഞ്ഞേക്കാം. ശക്തമായ കൊടുങ്കാറ്റടിക്കുന്നിടത്ത് ഊഷര മരുഭൂമിയായി തീരും. പക്ഷേ പാറയുണ്ടെങ്കിൽ, പാറ കാറ്റിനെ മറച്ചാൽ പാറയ്ക്കിപ്പുറത്ത് ഫലപുഷ്ടമായി തീരും.
ഇന്ന് ചിലരെ വിവേചിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിൻ്റെ അധ്വാനം കൊണ്ട്, നിൻ്റെ പ്രവൃത്തി കൊണ്ട്, നിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് പലതും ഊഷര മരുഭൂമിയായി പ്രയോജനമില്ലാത്തതായി മാറിയപ്പോൾ ഇന്ന് പകൽ യേശുവാകുന്ന പാറയ്ക്കടുത്ത് നീ കടന്നു വരുമെങ്കിൽ, ആ വൻ പാറയുടെ തണലായി ഞാനും നിങ്ങളും ആയിത്തീരുമെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിൻ്റെ ശൂന്യത മാറ്റുവാൻ കഴിവുള്ളവൻ നിൻ്റെ ഊഷരമായ അനുഭവങ്ങളെ, പ്രയോജനമില്ലാത്ത അനുഭവങ്ങളെ മാറ്റി ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് നിന്നെ പ്രയോജനമുള്ളവളാക്കി, നിന്നെ പ്രയോജനമുള്ളവനാക്കി മാറ്റുവാൻ എൻ്റെ യേശു മതിയായവനാണ്. എത്ര പേർക്ക് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും? ഹല്ലേലൂയ. ആ പാറയുടെ അടുക്കലേക്ക് വരുവാൻ നമുക്കിടയായി. ബട്ട് മേക്ക് ഷുവർ ദിസ് മോർണിംഗ്, ആർ യു ബൈ ദി കവർ ഓഫ് ദി ഗ്രേറ്റ് റോക്ക്? ആ വലിയ പാറയുടെ മറവിലാണോ ഞാനായിരിക്കുന്നത്? സ്തോത്രം. എൻ്റെ അധ്വാനങ്ങൾ പ്രയോജനമില്ലാതായി തീരുമ്പോൾ, എൻ്റെ അധ്വാനങ്ങൾ യാതൊരു കാര്യവുമില്ലാതായി മാറുമ്പോൾ, കർത്താവെ, ആ പാറയുടെ തണലിൽ നിന്നുകൊണ്ട് കർത്താവിലൂടെ എൻ്റെ അധ്വാനം പ്രയോജനപ്പെടുവാൻ, എൻ്റെ ജോലിയിലൂടെ അത് പ്രയോജനപ്പെടുവാൻ, എൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ, ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ചില ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ ഇടയാകേണ്ടതിന് എനിക്ക് കൃപ നൽകണമെന്ന് എത്ര പേര് ഇന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും? അതിനുവേണ്ടി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ദൈവം എന്നെ ഏൽപ്പിച്ചൊരു ദൂതിലേക്ക് ഞാൻ ജസ്റ്റ് ടേണിംഗ് ടു ദി എപ്പിസ്റ്റൽ റിട്ടൺ ബൈ സെയിൻറ്റ് ജെയിംസ്. I want you to read with me chapter 2, verse 22 onwards. Do you see that faith was working together? Sorry, chapter 1, verse 22. But be doers of the word and not hearers only, deceiving yourselves. For if anyone is a hearer of the word and not a doer, he is like a man observing his natural face in a mirror. For he observes himself, goes away, and immediately forgets what kind of man he is. But he who looks into a perfect law of liberty and continues in it, and is not a forgetful hearer, but a doer of the work, this one will be blessed in what he does. If anyone of you... That's it. Thank you. Now the book by James is supposed to be the first book of the New Testament, which means after the dark age when there was no oracle from God, the first words that show light to people, to man, is the book of James. And in the book of James, James exhorts us to be practical Christians. ഇരുണ്ട കാലഘട്ടത്തിന് ശേഷം ആദ്യമായി ദൈവത്തിൻ്റെ വചനം ലഭിച്ചത് യാക്കോബിലൂടെയാണ്. ആ യാക്കോബ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും. ഒരു തിയറിറ്റിക്കലായിട്ടുള്ള ഒരു നോളജ് അല്ല, പക്ഷേ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമുക്കിടയാകണം. And the important thing is to be doers of God's word. അതിന് ഏറ്റവും അത്യാവശ്യമായ കാര്യം ദൈവവചനം ചെയ്യുന്നവരായിരിക്കണം, അനുഷ്ഠിക്കുന്നവരായിരിക്കണം. സന്തോഷമുണ്ടോ? Not merely hearing the word, but to do. Now in the book of Revelation, in the first chapter, we read 3 types of blessed people. One who reads, one who hears, and one who doeth the will. All 3 of them are blessed. But when we go to the last chapter of the book of Revelations, in chapter 22, we read only one group of blessed people, and that is people who do the will of God. കേൾക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാ, വായിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാ, പ്രമാണിക്കുന്നവനും അനുഗ്രഹിക്കപ്പെട്ടവനാ. പക്ഷെ നിലനിൽക്കുന്ന അനുഗ്രഹം
പ്രമാണിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്നിവിടെ ഇരിക്കുന്ന ദൈവമക്കളോടെല്ലാം ഞാൻ ഓർപ്പിക്കുന്നു, we hear a lot of the word being preached these days. When you come to church, you hear the word being preached. If you take time to go through the social media, you see all types of messages. So we hear a lot of messages, we hear a lot of God's word. But how many of us will take a decision to do whatever God commands us? നമ്മളോട് ദൈവം എന്ത് കൽപ്പിക്കുന്നുവോ അത് ഞാൻ അനുസരിക്കുമെന്ന് തീരുമാനമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കേൾക്കുന്നതല്ല കാര്യം, ചെയ്യുന്നതാണ് ദൈവം വില കൽപ്പിക്കുന്നത്. സന്തോഷമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Now Jesus gives a lot of importance to people who do the will of God. In Matthew chapter 7 verse 21 we read, "He that doeth the will of God shall enter the kingdom of heaven." So, in order to enter the kingdom of heaven, then you have to do the will of God. Again in Matthew chapter 12 verse 50 we read, he looks at the people sitting in front of him, hearing the word and doing the word. He says, "These are people who are very dear to me. They are indeed my mother, my brother, and my sister." So Jesus gives a lot of importance to people who do the will of God. Let me ask you, brothers and sisters, this morning, are you attuned yourself? Do you have that desire in your heart to say, yes, whatever be the consequences, whatever be the cost, I will do the will of God? Now in Psalms 95 verse 8, we read about Israel against whom God's wrath was revealed. Can you read that portion? Psalms 95 verse 8. Do not harden your hearts as in the rebellion, as in the day of trial in the wilderness. When your fathers tested me, they tried me, though they saw my work. Meribah, they rebelled. And God's wrath was kindled. He says, I will not tolerate this people, because their hearts were hardened. So if we do not do the word of God, if we do not obey God's commandments, then God's wrath will be kindled upon us. But since we are living in an age of grace, He does not retribute to us punishments immediately. He is a forgiving God. But that does not mean He will always forgive. So this morning, I just want to tell you, we have to submit ourselves before God once again and obey Him. ഞാൻ ഇന്ന് നിങ്ങളോട് ഓർപ്പിക്കുന്നു, ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒന്നുകൂടെ, കർത്താവേ, എൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ, എൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി അങ്ങയ്ക്ക് പ്രയാസമുണ്ടാകാതെ അങ്ങയെ അനുസരിപ്പാൻ എനിക്ക് കൃപ നൽകണമെന്ന് എത്ര പേര് ഇന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. അവിടെ we see 5 reasons for God's anger to be kindled. He says, first, you have hardened your heart. Can you read that verse again? Do not harden your hearts as in the rebellion, as in the day of trial. Number 2, they tempted me. അവരെന്നെ പരീക്ഷിച്ചു. ഒന്ന്, ഹൃദയം കഠിനപ്പെടുത്തി. They hardened their heart. They were not receptive to God's word. They shut their hearts against God's word. That is how they became hard. Number 2, they tempted me. When there was a need, when there was no water to drink, they rebelled. And you know what they did? They asked Moses, they asked among themselves,
Is God with us or has God forsaken us? പ്രശ്നം വരുമ്പോൾ, നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകുമ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവം ഉണ്ടോ ഇല്ലയോ? ദൈവം ഉണ്ടോ ഇല്ലയോ? ദൈവം എന്താ മറുപടി തരാത്തത്? മേ ബി ഹി ഹാസ് forsaken me. That is the attitude of hardness. നമ്മുടെ കാഠിന്യത്തിൻ്റെ അനുഭവം അതാണ്. ദൈവത്തെ പരീക്ഷിക്കുന്ന, ദൈവത്തെ സംശയിക്കുന്ന ആ അനുഭവം. And the third thing we read here is, they saw my work, yet they did not believe. അവരെൻ്റെ പ്രവൃത്തിയെ കണ്ടിട്ടും അവർ വിശ്വസിച്ചില്ല. They saw the waters being divided and way opened for them in the Red Sea. At every juncture, God worked miracles for them. But yet, now they are saying, is God with us or not? ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ ഓർപ്പിക്കട്ടെ, അത്ഭുതങ്ങൾ എണ്ണി 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 പ്രാർത്ഥനയുടെ മറുപടികൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടും ഇന്ന് സംശയം അകത്തുണ്ടെങ്കിൽ, ദൈവം നമ്മിൽ സന്തോഷിക്കുകയല്ല, ദൈവം നമ്മിൽ ആനന്ദിക്കുകയല്ല, ദൈവം നമ്മിൽ കോപിക്കുകയാണ്. അതുകൊണ്ട് ഇന്നൊന്നും മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. Now the fourth thing is, they were ignorant of God's ways. അവർ ദൈവത്തിൻ്റെ വഴികളെ മറന്നുകളഞ്ഞു. God has set certain standards for us to be in. We are living in this world. We are not to leave this world and go to for a sannyas in a high mountain top. That is not what God wants us. സന്യാസം ഇരിക്കുന്നതല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ജനത്തിൻ്റെ മധ്യത്തിൽ നിന്ന് വിട്ടുപോയി എവിടെങ്കിലും ഒറ്റയ്ക്ക്. A Christian life is not a life of isolation. Can you say an amen to that? Hallelujah. ഈ കൂട്ടുകാരുടെ അടുക്കൽ, ഈ വീട്ടുകാരുടെ അടുക്കൽ, ഈ സമൂഹത്തിലല്ലായിരുന്നെങ്കിൽ എനിക്ക് നന്നായി ജീവിക്കാൻ കഴിയുമായിരുന്നു. It is my family which pulls me down. It is my friends. I'm going to run away from there. അങ്ങനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. You must always remember, we are in this world, but not of this world. Can you say an amen? Hallelujah. All those who are sleeping, please say an amen. Hallelujah. Praise the Lord. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, നിങ്ങളെല്ലാവരും വളരെ ഉണർന്നിരിക്കുക. അപ്പോൾ in the world but not of the world. ഈ ലോകത്തിലാണ് നമ്മൾ, പക്ഷേ ഈ ലോകക്കാരല്ല. അതാണ് കർത്താവ് പറഞ്ഞത്, I have redeemed you from this world. ഈ ലോകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വീണ്ടെടുത്തത് കൊണ്ട് നിങ്ങൾ ഇനി ഈ ലോകത്തിലുള്ളവരല്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രൈസ് ദ ലോർഡ്. But let's be mindful of God's ways. എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? നമ്മെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? അതിനനുസരിച്ച് ഞാൻ ആയിത്തീർന്നിട്ടുണ്ടോ? Every day assess yourself before God's eyes. ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിൽ നമ്മെക്കുറിച്ച് തന്നെ ഒന്ന് അസസ് ചെയ്തുകൊണ്ട്, കർത്താവേ, ആ വഴികളിൽ തന്നെയാണോ ഞാൻ നടക്കുന്നത്? Am I walking according to God's ways? Hallelujah. And the last thing here is, they err in their hearts. Hallelujah. അവരുടെ ഹൃദയത്തിൽ അവർ തെറ്റിപ്പോയി. Praise the Lord. Let me tell you something. Before you err in your path, you err in your heart. നമ്മുടെ വഴികൾ തെറ്റുന്നതിന് മുമ്പേ ആദ്യം തെറ്റ് വരുന്ന എവിടാന്നറിയാമോ? ഹൃദയത്തിലാണ്. Can you say an amen to that? Hallelujah. Hallelujah. So let us say, Lord, എൻ്റെ ഹൃദയത്തിൽ തെറ്റിപ്പോകാതെ അങ്ങയ്ക്ക് വേണ്ടി നിൽപ്പാൻ എനിക്ക് കൃപ നൽകണം. ഇതെന്ത് ചെയ്യണം? കം ബാക്ക് ടു ദ വേർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. ആ എംഫസിസ് ഇവിടെ കൊടുക്കുന്നത് നമ്മൾ വായിച്ചതായ ആ 22 മുതലാണ്. ഫ്രം വേഴ്സ് 22. അല്ല, can you read verse 21 first? Therefore, putting aside, I'm talking about James chapter 1 verse 21. Therefore, lay aside all filthiness and overflow of wickedness,
and receive with meekness the implanted word which is able to save your souls. Receive the word with all meekness. You know, when the word comes into our heart, when the word comes into us, the greatest quality that is manifest in us is the quality of meekness. Hallelujah. Can you say an amen to that? നമ്മൾ എന്താ ചെയ്യുന്നത്? പള്ളി വരുമ്പോൾ വളരെ മീക്കാ അല്ലേ? ഈ ഒരു ശബ്ദവും ഇല്ല. ഹാലലുയ പറയാൻ പറഞ്ഞാൽ the person sitting next to you may not hear your hallelujah. But the place where you work, the place where you live, അവിടെ ഒന്ന് വന്ന് ഒളിഞ്ഞു നോക്കിയാൽ അറിയാം the pitch at which you speak, you shout, hallelujah. അപ്പോൾ meekness is something that should be there constantly in us. അത് കിട്ടണമെങ്കിൽ you need to receive God's word. Laying aside all filthiness. Ask God to sanctify you. And being sanctified by the blood of Jesus, there comes meekness in our hearts. There comes meekness in our life. And meekness leads to humility. Can you say an amen to that? Hallelujah. So this morning, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, സൗമ്യതയോടുകൂടെ സമർപ്പണത്തോടുകൂടെ ദൈവത്തിൻ്റെ വചനം നമ്മിലൊന്ന് ഉൾനടട്ടെ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താണ്? പ്രൈസ് ദി ലോർഡ്, ഇംപ്ലാന്റഡ്. Let the word be implanted in us. How many of you desire that? Hallelujah. Praise the Lord. നമ്മളൊരു ചെറിയ ചെടി നട്ടാൽ every morning we go there, pour some water, tender it, and then we look, is there any growth? അല്ലേ? നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ നമ്മുടെ അകത്തുള്ള ആഗ്രഹം വെള്ളമൊഴിച്ചു അതിനെ ഒന്ന് പരിചരിച്ചിട്ട് നമ്മൾ നോക്കുന്നത് അതിന് വല്ല വളർച്ചയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അതുപോലെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉൾനട്ട് കഴിയുമ്പോൾ അത് വളരും തോറും meekness grows in us. As the word of God grows in us, we are filled with meekness. And with humility, we receive God's word. Hallelujah. Praise the Lord. You know, how do we receive God's word? No matter who is preaching, we are eager to receive from God. Are you like that? Hallelujah. അപ്പോൾ അതിന് what should we do? That is what James here is giving emphasis to. He says, a man who looks in the mirror sees his flaws. ഒരു മനുഷ്യൻ കണ്ണാടിയിൽ മുഖം നോക്കുമ്പോൾ ആ കണ്ണാടിയിലൂടെ അവൻ്റെ പോരായ്മകൾ കാണുകയാണ്. ആ പോരായ്മകളെ കണ്ടിട്ട് ഓ സാരമില്ല, അത് കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ മറന്ന് നാം പോയാൽ ആ കണ്ണാടിയിൽ നോക്കിയതിൻ്റെ ഒരു പ്രയോജനവുമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ തന്നെ ചേർച്ചിൽ വരാനാണെങ്കിൽ തന്നെ നമ്മൾ എത്ര സമയം കണ്ണാടിയുടെ മുമ്പിൽ നമ്മുടെ മുഖമൊക്കെ ഒന്ന് നോക്കി പോരായ്മകളും കുറവുകളും ഒക്കെ ഒന്ന് പരിഹരിച്ച് നമ്മൾ ഒരുങ്ങി ഇവിടെ വന്നിരിക്കുന്നു. ഗുഡ് തിങ്, നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ നോക്കിയിട്ട് ആ പോരായ്മകളെ പരിഹരിക്കുന്നില്ലെങ്കിൽ the time that you spend before the mirror is wasted. കണ്ണാടിയുടെ മുമ്പിൽ ചെലവഴിച്ച സമയം വൃഥാവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ദൈവവചനത്തിൻ്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ, ഇറ്റ് ഈസ് എ മിറർ. അത് മുഖം നോക്കുന്ന ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിലേക്ക് നാം നോക്കുമ്പോൾ ആ വചനം നമ്മളെ വിവേചിക്കും. Praise the Lord. Hallelujah. You know, God speaks through His prophets. And we really, we are eager to receive from
men of God, ദൈവദാസന്മാരിൽ നിന്ന്, പ്രവാചകന്മാരിൽ നിന്ന് കേൾക്കാനൊക്കെ നമുക്ക് വലിയ തയ്യാറാണ്. പക്ഷേ ലെറ്റ് മീ ടെൽ യു, who is a spiritual person? A spiritual person is one who is not discerned by another. ഹലോ, എല്ലാവരും ഇവിടെ ഉണ്ടേ? സ്വോത്രം. ഐ തിങ്ക് ദിസ് ഈസ് ഗോയിങ് above your head. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നി ഇതെല്ലാം കൂടെ മേളിൽ കൂടെ പോകുന്ന പോലാണ്. സ്വോത്രം. ഇത്രയും കട്ടിയായിട്ടൊന്നും ഇവിടെ സാധാരണ ഈ ദേവാസന്മാർ പ്രസംഗിക്കാറില്ലയോ? സ്വോത്രം. അപ്പോൾ പ്രവചനം നല്ലതാ, പ്രവചനം കേൾക്കണം, പ്രവചനം ഏറ്റെടുക്കണം, അതിനെ പരിഹസിക്കരുത്, അതിനെ തുച്ഛീകരിക്കരുത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഒരാത്മീകൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. സന്തോഷമുണ്ടോ? സ്തോത്രം. എന്താ കാര്യം എന്നറിയാമോ? പ്രവാചകന്മാരെ വിലമതിക്കാത്തത് കൊണ്ടല്ല. ബിക്കോസ് ഹീ ഓർ ഷീ ഡിസേൺസ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. തന്നെത്താൻ വിവേചിക്കുന്നവനാണ്. അതുകൊണ്ടാണ് മറ്റാരും നമ്മളെ വിവേചിക്കേണ്ട എന്ന് പറഞ്ഞത്. ആൻഡ് ഹൗ ക്യാൻ വി ഡിസേൺ ourselves? By looking into God's word, by receiving from God's word. Let the word be implanted in us, and as the word is implanted in us, we grow according to the image of Jesus Christ. യേശു ക്രിസ്തുവിൻ്റെ അതേ രൂപമായി ഓരോ ദിവസവും ഈ വചനം നമ്മെ ഒരുക്കിയെടുക്കുന്നത് കൊണ്ട് നമ്മളെ ആരും വിവേചിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് പകൽ ആ ദൈവവചനം തുമ്പി സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പറയാം. കർത്താവേ, കേൾക്കുന്നവനായി മാത്രമല്ല, കേട്ടത് അനുസരിപ്പാൻ എനിക്ക് കൃപ നൽകണമേ. പ്രൈസ് ദ ലോർഡ്. I want you to turn with me to the first book of Kings, chapter 13. Please read very quickly the first few verses. And behold, a man of God went from Judah to Bethel by the word of the Lord, and Jeroboam stood by the altar to burn incense. Then he cried out against the altar by the word of the Lord, and said, O altar, altar, thus says the Lord, behold, a child, Josiah by name, shall be born to the house of David, and on you he shall sacrifice the priests of the high places who burn incense on you, and men's bones shall be burned on you. And he gave a sign the same day, saying, This is the sign which the Lord has spoken. Surely the altar shall split apart, and the ashes on it shall be poured out. So it came to pass, when King Jeroboam heard the saying of the man of God, who cried out against the altar in Bethel, that he stretched out his hand from the altar, saying, Arrest him. Then his hand, which he stretched out toward him, withered, so that he could not pull it back to himself. Okay, we'll just stop there. It says about a man of God who came from Judah, sent by God, came to Bethel, and he gave the oracle that God had given him. ദൈവം തനിക്ക് കൊടുത്ത ദൂത്, യെരോബിയാം എന്ന് പറയുന്ന രാജാവ് ധൂപം കയ്യിലെടുത്ത് പുരോഹിതൻ ചെയ്യേണ്ട ശുശ്രൂഷ ചെയ്യുവാനായി തുനിയുമ്പോൾ ഈ മനുഷ്യൻ അവിടെ വന്നു. അവിടെ വന്ന് ദൈവം കൊടുത്ത ദൂത് പറഞ്ഞു. Praise the Lord. You know, the prophetical word that this servant of God gave was fulfilled 348 years later. ഈ പറഞ്ഞ പ്രവചനം നിറവേറപ്പെട്ടത് 348 വർഷത്തിന് ശേഷം യോശിയാവ് എന്ന് പറയുന്ന ഒരു രാജാവ് യഹൂദയിൽ ഭരിച്ചപ്പോൾ ഈ പ്രവചനം നിറവേറപ്പെട്ടു. God's word will be fulfilled at his time. ദൈവത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ അരുളപ്പാട് എന്ത് ചെയ്യും? നിറവേറപ്പെടുക തന്നെ ചെയ്യും. ആരൊക്കെ അതിനെതിരായി തീർന്നാലും, ആരൊക്കെ സാഹചര്യങ്ങൾ വിപരീതമായാലും, ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കുന്നു, ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ മാറിപ്പോകത്തില്ല. ദൈവം മറന്നുകളയത്തില്ല. തക്ക സമയത്ത് നിറവേറ്റുന്നതിനാകയാൽ ദൈവത്തിനൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഞാൻ പറഞ്ഞു വന്ന ദൂത് അതല്ല.
ഈ മനുഷ്യൻ ഈ പ്രവചനം പറഞ്ഞപ്പോൾ അതിനൊരു അടയാളവും കൊടുത്തു. രാജാവിൻ്റെ കോപം ജ്വലിച്ചു. രാജാവ് പറഞ്ഞു, അവനെ പിടിക്ക്, അറസ്റ്റ് ഹിം. He put his hand out, but that hand was withered. അത് വരണ്ടുപോയി. അവന് കൈ മടക്കാൻ ഒക്കുന്നില്ല. അവൻ പറഞ്ഞു, ദൈവദാസനെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. So this man of God prayed for him and God healed him. സൗഖ്യം കിട്ടി, ആശ്വാസം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, യു ബി മൈ ഹോസ്റ്റ്, എൻ്റെ രാജധാനി വാ, ഇന്ന് എൻ്റെ കൂടെ നീ പാർക്കണം. അപ്പോൾ അന്നേരം ഈ മനുഷ്യൻ പറഞ്ഞു, ഈ ദൂത് മാത്രമല്ല ദൈവം എനിക്ക് തന്നത്. ദൈവം എന്നോട് പറഞ്ഞു, നീ ആ ചെല്ലുന്നിടത്ത് ദൂത് പറഞ്ഞേച്ച് അവിടെ ഭക്ഷിക്കരുത്, അവിടെ വെള്ളം കുടിക്കരുത്, പോയ വഴിയെ തിരിച്ചു വരരുത്. ദാറ്റ് വാസ് ഗോഡ്സ് കമാൻഡ് ടു ഹിം. അപ്പോൾ ദൈവം ദൂത് തരുമ്പോൾ അതിൻ്റെ കൂടെ ചില കൽപ്പനകളും കൂടെ തരും കേട്ടോ. ഹൗ മെനി ഓഫ് യു വാണ്ട് ടു ഡെലിവർ ഗോഡ്സ് മെസ്സേജ്? ദൈവത്തിൻ്റെ ശബ്ദം പറയാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? സ്വതന്ത്രം ആഗ്രഹമില്ല. ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. ഗോഡ് ഡസ് നോട്ട് നീഡ് എനി ക്വാളിഫിക്കേഷൻസ് ഫ്രം യുവർ പാർട്ട്. ബെലയാമിൻ്റെ കഴുതയെ കൊണ്ട് സംസാരിപ്പിച്ച ദൈവമാണെങ്കിൽ, സ്തോത്രം, നമ്മൾ ആഗ്രഹിക്കുമെങ്കിൽ, കർത്താവേ നിൻ്റെ ദൂത് എന്നെ ഒന്ന് ഏൽപ്പിക്കണമേ. സ്തോത്രം. അതെന്നോടുള്ള ദൂതും എൻ്റെ സഹവിശ്വാസികളോടുള്ള ദൂത്, എൻ്റെ ചുറ്റും പാർക്കുന്നവരോടുള്ള ദൂത് ദൈവമേ അറിയിക്കുവാൻ കൃപ നൽകണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ദൈവത്തിന് നമ്മുടെ വിദ്യാഭ്യാസമോ വിദ്യാഭ്യാസമില്ലായ്മയോ നമ്മുടെ ഉയർച്ചയോ താഴ്ചയോ ഒന്നും ഒരു വിഷയമല്ല. ഇഫ് യു വിൽ അറ്റ്യൂൺ ആൻഡ് സേ യെസ് ലോർഡ്, ഐ വാണ്ട് യു ടു യൂസ് മീ ഫോർ യുവർ ഗ്ലോറി, ഐ ആം വില്ലിംഗ് ടു ഡു വാട്ട് യു കമാൻഡ്, ഐ വിൽ സ്റ്റേ ഫോർ യു. നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് പറയുമെങ്കിൽ ഗോഡ് വിൽ ഇൻഡീഡ് യൂസ് യു. നിശ്ചയമായി ദൈവം നമ്മെ ഉപയോഗിക്കും. സന്തോഷമുണ്ടോ? സ്തോത്രം. ഞാൻ പറഞ്ഞ എൻ്റെ ദൂതിലേക്ക് വരട്ടെ. എന്നാൽ ഒരു പ്രായമായ ഒരു പ്രവാചകൻ ഈ വസ്തുത കേട്ടിട്ട് ഈ മനുഷ്യൻ്റെ പുറകെ ചെന്ന് പുള്ളിയെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, എനിക്ക് നിന്നോടൊരു ദൂത് പറയാനുണ്ട്. ദൈവം പറഞ്ഞു, നിന്നെ കൂട്ടി എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആഹാരം കൊടുത്ത്, ഭക്ഷണം കൊടുത്ത്, കുടിക്കാൻ പാനീയവും കൊടുത്ത്, വേണ്ട സൽക്കാരമൊക്കെ ചെയ്യണം, നീ എന്നോടുകൂടെ വരണം. ദൈവം പറഞ്ഞതാ. ഇദ്ദേഹം ഒരു പ്രവാചകനായതുകൊണ്ടായിരിക്കാം ഈ പ്രവാചകൻ ആ പ്രവാചകൻ്റെ കൂടെ വീട്ടിൽ ചെന്നു, അവിടെ ഭക്ഷണം കഴിച്ചു. ദൈവം എന്തോ പറഞ്ഞത്, നീ അവിടുന്ന് ഒന്നും കഴിക്കരുത്, പോയ വഴിയെ തിരിച്ചു വരരുത്. ഇത്രയും കാര്യം പറഞ്ഞു കഴിഞ്ഞ്, സ്തോത്രം, കവല തോറും ദൂത് മാറ്റുന്ന ദൈവമല്ല നമ്മുടെ ദൈവം കേട്ടോ. സാഹചര്യം അനുസരിച്ച് ദൂത് മാറ്റുന്നവനല്ല. ദൈവത്തിന് ഒരു ദൂതേ ഉള്ളൂ, ഒരു വാക്കേ ഉള്ളൂ കേട്ടോ. അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്, ദൈവത്തിന് ഒറ്റ വാക്കേ ഉള്ളൂ. ഇഫ് ഹി has said yes, it will always be yes. And if he has said no, it will be a no. No matter you fast for 40 days, God will not change his word. ഇന്ന് ആരോടോ ദൈവാത്മാവ് ദൂത് പറയുക കേട്ടോ. സ്തോത്രം. അയ്യോ ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക, ഞാൻ ഉപവസിക്കാൻ പോവുക, സ്തോത്രം നീ അനുവദിക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവം ചിലപ്പോൾ പെർമിറ്റ് ചെയ്യും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഫോർ യുവർ ഗുഡ്, ഇറ്റ് ഈസ് നോട്ട് ഫോർ ദി ഗുഡ് ഓഫ് ദി കിങ്ഡം ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ നാമത്തിനോ ദൈവത്തിൻ്റെ വേലയ്ക്കോ അത് നല്ലതല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവം നോ എന്ന് പറഞ്ഞെങ്കിൽ ആക്സെപ്റ്റ് ഇറ്റ് ആൻഡ് സബ്മിറ്റ് യുവർസെൽഫ് ടു ഗാഡ്സ് വിൽ ആൻഡ് ഗാഡ് വിൽ ബ്ലെസ് യു. അപ്പോൾ ഈ മനുഷ്യൻ പോയി. പക്ഷെ എന്ത് പറ്റിയെന്നറിയാമോ? ആ പ്രായമായ പ്രവാചകൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വഴിയിൽ വെച്ച് ഒരു സിംഹം അവനെ കടിച്ചു. സ്തോത്രം. ആ മുറിവേറ്റവൻ അവിടെ കിടന്ന് മരിച്ചപ്പോൾ കൂടെ കഴുതയുണ്ട്. ആ കഴുതയെ ആ സിംഹം എന്ത് ചെയ്തില്ല? ആക്രമിച്ചില്ല. അതുമാത്രമല്ല, ഈ മൃതശരീരം വലിച്ചുകൊണ്ട് കാട്ടിലോട്ട് പോയില്ല. അവനവിടെ കാവൽ നിൽക്കുക. ആരാ? സിംഹം കാവൽ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു വന്നതിൻ്റെ സാരം മനസ്സിലായോ? ദൈവം നമ്മോട് പറയുന്ന ദൂത്
നന്നായി ഓർത്ത് ചെയ്യണം കേട്ടോ. എന്താ കാര്യം? ഞാനും നിങ്ങളും മറന്നാലും ദൈവം തന്ന ദൂത് ദൈവം മറക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ഒരു കാര്യം ഉറപ്പുണ്ടായിരിക്കണം, ഞാൻ സേവിക്കുന്നത് ജീവനുള്ളൊരു ദൈവത്തെയാണെങ്കിൽ, ആ ദൈവം എന്നോട് കൂടെയുണ്ടെങ്കിൽ, ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ സമയമെത്ര കടന്നുപോയാലും വാഗ്ദത്തങ്ങൾ ആമേൻ അവശേഷിക്കുന്നു, അത് നിറവേറപ്പെടുക തന്നെ ചെയ്യും. ആമേൻ ആമേൻ. സംശയങ്ങളും നിരാശകളും ഇന്ന് പകൽ പറ, യേശുവിൻ്റെ നാമത്തിൽ എന്നെ വിട്ടുപോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ ടേക്ക് വിക്ടറി. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ മേൽ ജയമെടുക്കുകയാണ്. നിരാശയെ എന്നെ വിട്ടുപോ, സംശയമേ എന്നെ വിട്ടുപോ, സ്തോത്രം ക്ഷീണമേ ആത്മീക മാന്യമേ എന്നെ വിട്ടുപോ. I am going to follow them. Praise the Lord. Hallelujah. There was a great woman of God in Kerala. Her name was Sister Mary Kovar. Many of the older believers here may have heard about her. She is with the Lord now. She was a good convention preacher. And the best thing about her message was that along with the word of God, she used to bring in anecdotes or examples. നല്ല നല്ല ഉദാഹരണങ്ങളും കാര്യങ്ങളും ഒക്കെ ആ കർത്തൃദാസി പറയുവാൻ. ആ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞത് ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുന്നു. ഒരു നന്നായി ദൈവത്തെ ആരാധിക്കുന്ന ഒരമ്മാമയുടെ വീട്ടിൽ ഒരു കാവടിയൊക്കെ പിടിച്ച് കാവി വസ്ത്രം ധരിച്ച് നെറ്റിയെ മുഴുവനും ഭസ്മമൊക്കെ ഇട്ട് ഒരു മനുഷ്യൻ വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ തിരുപ്പതിക്ക് പോവുക, അമ്മച്ചി എനിക്ക് നേർച്ച തരണം. അപ്പോൾ പെന്തക്കോസുകാരിയായ അമ്മാമ്മ പറഞ്ഞു, ഞങ്ങളിങ്ങനെയുള്ളതിനൊന്നും നേർച്ച കൊടുക്കത്തില്ല. വളരെ ഉറപ്പിച്ച് അമ്മാമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ്റെ ടോണൊക്കെ മാറി, ഭാവം മാറി. പുള്ളി ഭയങ്കര ഗൗരവത്തിൽ പറഞ്ഞു, നിങ്ങൾ തരത്തില്ലേ എന്ന്. തന്നില്ലെങ്കിൽ അമ്മാമ്മ അകത്തി എന്ന് ഏതാണ്ട് എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞ് മനസ്സിലായോ? അതൊരു കഥയാണോ സംഭവമാണോ എന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. 2 പ്രാവശ്യം ഉറപ്പിച്ച് പറഞ്ഞാൽ പലരുടെയും വിശ്വാസം അവിടെ തീരും, പലരുടെയും ധൈര്യം അവിടെ ക്ഷയിച്ചു പോകും. പക്ഷേ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ ഇന്ന് പറഞ്ഞ ദൂതുകളെല്ലാം നിങ്ങൾ ഓർക്കുമ്പോൾ തന്നെ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഹാവ് കറേജ് ഇൻ ദ ലോർഡ് ആൻഡ് ഹാവ് കറേജ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനത്തിൽ ധൈര്യപ്പെട്ടുകൊണ്ട് എത്ര പേർക്ക് പറയുവാൻ കഴിയും, എന്നോട് ദൈവം അരുളി ചെയ്തത് അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സാഹചര്യം എത്ര വിപരീതമായാലും, ആമേൻ, പ്രതികൂലങ്ങൾ എത്ര എതിരായാലും, ഏതൊക്കെ വെല്ലുവിളികൾ എനിക്കെതിരെ ഉയർന്നു വന്നാലും, ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ എനിക്കൊരു ധൈര്യമുണ്ട്. എൻ്റെ ദൈവം പറഞ്ഞത് സംഭവിക്കാൻ പോകുകയാണ്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല ധൈര്യത്തോടെ, നല്ല ഉറപ്പോടെ ദൈവവചനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്കിടയായി തീരട്ടെ. There are 4 types of people. Number 1, people who hear and forget. Number 2, people who hear to judge others. Number 3, people who hear to find fault with others. And lastly, people who hear and are profited. കേട്ട് പ്രയോജനകരമായി തീരുന്ന ഒരു ചെറിയ കൂട്ടം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ 4 കൂട്ടത്തിൽ which one are we in? നമ്മൾ ഏതിലാണ്? കേൾക്കുന്നത് മറ്റുള്ളവരെ വിധിക്കുകയാണോ? കേൾക്കുന്നത് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനാണോ? സ്തോത്രം. അതോ കേൾക്കുന്നത് കൊണ്ട് എനിക്ക് പ്രയോജനമുണ്ടാകണം? അങ്ങനെ ദൈവവചനത്തിനു മുമ്പിൽ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. Finally, in closing, I come to verse 25. It says, but one who looks intently at the perfect law, the law of liberty, and abides by it,
not having become a forgetful hearer, but an effectual doer, this man will be blessed in what he does. Verse 25 tells us we have to look intently into the word. ദൈവവചനത്തെ ശ്രദ്ധയോടെ നാം കേൾക്കണം, ശ്രദ്ധയോടെ നാം അതിലേക്ക് നോക്കണം. Only if you look carefully, you can pick up what God wants you to. Now in Jeremiah chapter 33 verse 2, God says, "Call upon me, I will answer you, and I will show you great and mighty things." Hallelujah. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം പറയുന്നു, നീ അറിയാത്തത്, നീ ഇതുവരെ ഗ്രഹിക്കാത്തത്, നീ ഇതുവരെ കേൾക്കാത്തത്, ആ മഹത്തമായത്, ആ അഗോചരമായത് ഞാൻ നിനക്ക് കാണിച്ചു തരും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പ്രൈസ് ദ ലോർഡ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം പറയുന്നു, we have to look intently into this word. ഇന്ന് എത്ര പേര് തീരുമാനമെടുത്തുകൊണ്ട് പറയും, കർത്താവേ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ക്ഷീണം വരാൻ കാരണം, ഞാൻ ആത്മീകമായി തളർന്നു പോകുവാൻ കാര്യം, the reason that I have been shoddy in my faith is because I have not taken the pains to look intently into God's word. ദൈവവചനത്തിലേക്ക് ശ്രദ്ധയോടുകൂടെ നോക്കി വായിപ്പാൻ എനിക്ക് കഴിഞ്ഞില്ല. അതാണ് എൻ്റെ ജീവിതത്തിലെ ആത്മീക മാന്ദ്യത്തിന് കാരണം. Praise the Lord. I've said this experience many times. One time I was coming back from Kochi by train. I think my train reached Kollam by about 8 o'clock or so. There was a man who came in, who boarded the train from Kollam. He came and sat next to me. He had a white shirt and a white mundu, was like me. He sat next to me, and the moment the train started from Kollam station, he took out a black book, started reading it. Maybe about an half an hour I saw him reading this black book. I knew it was a Bible. So അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ I started talking to him. എൻ്റെ തൊട്ടടുത്ത് സീറ്റിലായിരിക്കും. ഞാനൊന്ന് ചിരിച്ചു. ഞാൻ ചോദിച്ചു, എന്താ പേര്? So he told me, I forgot his name now. This was a few years back. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ്, ഒരു മേസ്ത്രി ആയിരുന്നു. ഇപ്പം ഞാൻ കെട്ടിട പണി ചെയ്യുക. ഐ ലിവ് നിയർ മാത്താണ്ടം സമയത്ത് ട്രിവാൻഡ്രത്ത് ചെന്ന് ഇറങ്ങി അവിടുന്ന് പിന്നെ അടുത്ത ട്രെയിനോ ബസ്സോ എടുത്ത് പോകണം. ഞാൻ എല്ലാ ദിവസവും 3 അധ്യായങ്ങൾ വായിക്കും ബൈബിളിൽ നിന്ന്. പിന്നെ സാറൊക്കെ വായിക്കുന്ന പോലെ ഒരു പ്രാവശ്യം വായിച്ചാലൊന്നും എൻ്റെ തലയിൽ കയറത്തില്ല. ഐ നീഡ് ടു റീഡ് ഇറ്റ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ഇന്ന് എനിക്കൊരു കോൺക്രീറ്റിംഗ് വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് രാവിലെ മുതൽ ഞാൻ വളരെ ബിസിയായിരുന്നു, സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം ഇന്നത്തെ ആ പോർഷൻ ഞാൻ വായിക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു കുറ്റബോധം വന്നു. ഇത്രയും സാഹചര്യവും കാര്യങ്ങളൊക്കെ ദൈവം തന്നിട്ടും അത്രയേറെ ഞാൻ വായിക്കാറുണ്ടോ? ഞാൻ എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യാനിടയായി. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, വെരി വെരി casual reading will not give you God's word or God's message. I remember at the beginning of my ministry, I was the pastor of Karakuttam Church. There was a man who worked as a cook in the Sainik school mess. ഞങ്ങളുടെ believer ആയിരുന്നു. A man who was not learned, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യനായിരുന്നു. പക്ഷേ ഓൺ സൺഡേയ്സ് വെൻ ഹി കംസ് ടു ചർച്ച്, അന്നൊക്കെ സഭകളിലെല്ലാം പ്രബോധനങ്ങളുണ്ട്, സാക്ഷ്യത്തിൻ്റെ കൂടെ പ്രബോധനമുണ്ട്, എല്ലാവർക്കും പ്രബോധനമുണ്ട്. ഐ റിമെമ്പർ മെനി ടൈംസ് ഈ മനുഷ്യന് കമൻട്രികളില്ല, ഈ മനുഷ്യൻ്റെ കയ്യിൽ വേറെ എയ്ഡ്സ് ഒന്നും ബൈബിളിനെ കുറിച്ചില്ല.
പക്ഷേ സം ഓഫ് ദി മെസ്സേജസ് ദറ്റ് ഹീ സെഡ് ഓർ ദി എക്സോർട്ടേഷൻ ദറ്റ് ഹീ സെഡ്, വലിയ മെസ്സേജ് ഒന്നുമല്ല, ചെറിയ പ്രബോധനങ്ങൾ പറഞ്ഞത് ഹാസ് സ്പോക്കൺ ടു മൈ ഹാർട്ട്. പാസ്റ്ററായിരുന്ന എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ദൂതായി കടന്നു വന്നത് ഞാൻ ഓർക്കുന്നു. ഞാൻ പറഞ്ഞത് നമ്മുടെ സാഹചര്യമല്ല. ആസ് യു ലുക്ക് ഇൻറ്റൻറ്റ്ലി ഇൻ ടു ഗോഡ്സ് വേർഡ്, ദൈവം വചനത്തിലേക്ക് ശ്രദ്ധയോടെ നോക്കി അതിനെ ആവർത്തിച്ച് വായിക്കുമെങ്കിൽ ഞാൻ ഇന്ന് അഷ്വർ ചെയ്യുന്നു, ഗോഡ്സ് മെസ്സേജ് വിൽ കം ഇൻ ടു യുവർ ഹാർട്ട് നോ മാറ്റർ വാട്ട് യുവർ സർക്കംസ്റ്റാൻസസ് ആർ. ആൻഡ് ദാറ്റ് മെസ്സേജ് വിൽ ബി ഫുൾഫിൽഡ് അറ്റ് ദി ടൈം ഗോഡ് ഹാസ് കമാൻഡഡ്. It will be a word of comfort. It will be a word of encouragement. It will be a word that strengthens you. Hallelujah. നമ്മെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ വചനം വേണോ? ഈ വചനത്തിലേക്ക് ഒന്ന് ശ്രദ്ധയോടെ കേൾക്കുവാൻ നോക്കുവാൻ എത്ര പേര് ഇന്ന് ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. Hallelujah. Why? Because it says, this is the perfect law. ഈ വചനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് പൂർണ്ണതയുള്ള ദൈവവചനമാണ്. In the book of James, there are 5 perfect things. 5 പൂർണ്ണതയുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണെന്ന് നമുക്ക് വേഗം ഒന്ന് നോക്കാം. നമുക്ക് ഒന്നാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. But let patience have its perfect work, that you may be perfect and complete, lacking nothing. If any of you lacks wisdom. Yeah, that's it. So the first perfect thing is the perfect work of endurance. നമ്മുടെ ജീവിതത്തിൽ സ്ഥിരതയ്ക്ക് തക്ക പൂർണ്ണ പ്രവൃത്തി വെളിപ്പെടണം. പറഞ്ഞു മനസ്സിലായോ? What we do must be to perfection. What we endure, the hardships or the afflictions that we go through, we endure it. Why? Because we are to be perfected. നമ്മളെ പൂർണ്ണതയുള്ളതാക്കി മാറ്റുന്നതാണ് ഈ കഷ്ടതകളും പ്രതികൂലങ്ങളും. രണ്ടാമത്തെ കാര്യം, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. രണ്ടാമത്തെ കാര്യം അതിൻ്റെ 17-ാം വാക്യം, verse 17 says, every good and every perfect gift is from above. Every perfect gift, what God gives us is perfect gift. Can you believe that? How many of you believe that? Can you raise your hand and say, yes, God gives me only perfect gifts. The moment you receive it, moment you hear about it, you may not think what is so perfect about it. But as you realize it, as you take hold of it, every gift that God gives you is perfect gift. Can you say amen to the gifts that God has given you? Hallelujah. So number 1, the perfect work which leads to endurance. Number 2, the perfect gift that God gives us. Number 3, we read here, it is the perfect law. ദൈവവചനം പൂർണ്ണതയുള്ള നിയമമാണ്. പറഞ്ഞു മനസ്സിലായോ? There is nothing deficient in God's word. You don't have to add to it. You don't have to subtract to it. It is perfect. It is complete. So what we have to do is hold on to the perfect law that is in God's word. ദൈവവചനത്തിലുള്ള ആ പൂർണ്ണതയുള്ള നിയമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. 4-മതായി ആ പെർഫെക്ഷനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, സ്തോത്രം, in verse 22, in chapter 2, verse 22, yeah. Do you see that faith was working together with his works, and by works faith was made perfect? Faith was made perfect. പൂർണ്ണതയുള്ള വിശ്വാസമാണ് 4-മത്തെ പൂർണ്ണ കാര്യം. Our faith should be perfect. അതിന് ഉദാഹരണം കൊടുത്തിരിക്കുന്നത്, I don't want to explain too much there. അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്.
അബ്രഹാമിൻ്റെ വിശ്വാസം എന്തായിരുന്നു? വാട്ട് വാസ് ഹിസ് ഫെയ്ത്ത്? All the promises of God rested upon Isaac. And God said, take this Isaac, go to Moriah and sacrifice him there. That is my command. Can you do that? Or can I do that? വാഗ്ദത്തം എല്ലാം ആരുടെ മേൽ കിടക്കുന്നു? ആ കുഞ്ഞിനെ മൊറയയിൽ കൊണ്ടുപോയി യാഗം കഴിക്കാൻ ദൈവം പറഞ്ഞാൽ നമ്മിൽ എത്ര പേർക്ക് അനുസരിക്കുവാൻ കഴിയും? What made Abraham to obey? അബ്രഹാമിനോട് ചോദിക്കുക, നീ അനുസരിക്കാനുള്ള കാരണം എന്താ? അബ്രഹാം പറയും, ഞാൻ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കൽപ്പന. അത് വാഗ്ദത്തമുള്ളതാണെങ്കിലും ഞാൻ ദൈവത്തെ അനുസരിക്കുവാൻ ബാധ്യസ്ഥനാണ്. സ്തോത്രം. ഞാൻ ദൈവത്തെ അനുസരിച്ച് അവനെ കൊന്ന് യാഗം കഴിച്ച് അവൻ ചാമ്പലായി അവിടെ വീണാലും മരിച്ചവരെ ജീവിപ്പിക്കുവാൻ കഴിവുള്ളവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവം ഈ ചാരത്തിൽ നിന്ന് അതേ ഇസ്ഹാക്കിനെ എഴുന്നേൽപ്പിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. That is the faith that was perfect before God. That's why God intervened and said, lay not your hand upon the child. ബാലൻ്റെ മേൽ കൈവെക്കരുത്. എന്താ കാര്യം? I have already accepted your sacrifice. ആ വിശ്വാസം, പ്രവൃത്തിയോടുകൂടെയുള്ള വിശ്വാസം, that is perfect faith. How many of you are willing to say, yes Lord, I want to obey you and be perfect in all my ways? Hallelujah. The last perfect thing is in chapter 3 verse 2. മൂന്നാമത്തെ 2-ാം വാക്യത്തിൽ 5-ാമത്തെ പൂർണ്ണതയുള്ള കാര്യം യാക്കോബ് പഠിപ്പിക്കുകയാണ്. For we all stumble in many things. If anyone does not stumble in word, he is a perfect man, able to bridle the whole body. Perfect person, perfect man and woman. അപ്പോൾ ഒന്നാമത് നമ്മൾ ചിന്തിച്ചു ദി പെർഫെക്റ്റ് വർക്ക് ഓഫ് എൻഡ്യൂറൻസ്, സ്ഥിരതയുടെ പൂർണ്ണ പ്രവൃത്തി. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു what God gives us is perfect. അത് പൂർണ്ണതയുള്ള ദാനമാണ് ദൈവം തരുന്നത്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് നമ്മൾ ചിന്തിച്ചു, നമ്മൾ വായിച്ച കുറിവാക്യം, ദി പെർഫെക്റ്റ് ലോ, പൂർണ്ണതയുള്ള നിയമമാണ് ഈ ദൈവത്തിൻ്റെ വചനം. നാലാമത് നമ്മൾ ചിന്തിച്ചു പെർഫെക്റ്റ് ഫെയ്ത്ത്, പൂർണ്ണതയുള്ള വിശ്വാസം. അഞ്ചാമത് ദി പെർഫെക്റ്റ് മാൻ ഓർ വുമൻ. ആരാ? ബൈ റിസ്ട്രെയിൻഡ്. ഹല്ലേലൂയ. പൂർണ്ണത എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയാമോ? There should be restraint. Nobody is holding some restraint on your life, but you restrain yourself. എത്ര പേർക്ക് ഇന്ന് താല്പര്യമുണ്ട്? എൻ്റെ ജീവിതത്തിൽ ദൈവവചനത്തിന് മുമ്പിൽ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടുകൊണ്ട് ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ, എടുത്ത തീരുമാനത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കും? ഇന്ന് പകൽ അങ്ങനെ സമർപ്പിക്കുമെങ്കിൽ ഒരു പൂർണ്ണതയുള്ള വ്യക്തിയായി മാറുവാനിടയാകും. ഞാൻ മടങ്ങി വന്നെൻ്റെ ദൂത് അവസാനിപ്പിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. നാം ഇവിടെ വായിക്കുന്നു 25-ാം വാക്യത്തിൽ നാം വായിച്ചു, സ്തോത്രം, പൂർണ്ണതയുള്ള ഈ നിയമം, ഹല്ലേലൂയ, abides by it, not having become a forgetful hearer but an effectual doer. കേട്ടു മറക്കുന്നവനായിട്ടല്ല, പ്രൈസ് ദ ലോർഡ്, ചെയ്യുന്നവനായി. എന്താ ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. ഇന്ന് പകൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? The only way to be blessed by God is to be doers of God's word. ദൈവവചനം നാം ഒത്തിരി കേൾക്കുന്നതല്ല കാര്യം. What we hear, the little of it or the much in abundance, എത്രയാണെങ്കിലും, കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും കേൾക്കുന്നതിന്ന് സമർപ്പിച്ചുകൊണ്ട് എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഞാൻ ഒബേ ചെയ്യുവാൻ തയ്യാറാണ്? കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം ഇന്ന് നമ്മോട് പറയുന്നത് ദൈവവചനം ഒരു കണ്ണാടിയാണ്. God's word is a mirror. If you look intently into it, it will bring out the flaws in our life. Are you willing to change yourself? Or do you justify yourself, says, no, I have no shortcomings?
നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ദൈവത്തിൻ്റെ ആത്മാവ് ചൂണ്ടിത്തരുമ്പോൾ എനിക്കൊരു കുഴപ്പവുമില്ല, ഐ എം ഓക്കെ എന്ന് പറഞ്ഞ് അതിനെ ഷേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണോ? അതോ ഇന്ന് ദൈവം സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, വാട്ട് യു ഹാവ് ഷോൺ മീ, ഐ എം വില്ലിങ് ടു റിസീവ് ഇറ്റ്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞത് മറന്നു പോകരുത്. ഇഫ് യു ആർ എ സ്പിരിച്വൽ പേഴ്സൺ, യു ഷുഡ് ഡിസേൺ യുവർ സെൽഫ്. നമ്മളെ തന്നെ വിവേചിക്കണം. നമ്മളെ തന്നെ ദൈവവചനത്തിന് മുമ്പിൽ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് പറയണം, കർത്താവേ, എന്നെ ഒന്ന് വിവേചിക്കണമേ. മറ്റാരും വിവേചിക്കണമെന്നല്ല, മറ്റൊരു പ്രവാചകൻ വന്ന് വിവേചിക്കണമെന്നല്ല. പ്രവാചകന്മാർ ദൂത് പറയും, ദാറ്റ്സ് ഗുഡ്, അത് കേൾക്കണം, അത് ഏറ്റെടുക്കണം. പക്ഷേ ദൈവവചനം വായിക്കുമ്പോൾ ഈ വചനത്താൽ ഒരു കഴുകൽ പ്രാപിക്കണം. അതാണ് എഫെസ്യരിൽ എന്ത് പറയുന്നത്? സ്തോത്രം, വചനത്താൽ കഴുകൽ പ്രാപിക്കണം. ബൈ ദ വാഷിംഗ് ഓഫ് വാട്ടർ. വചനം, ദൈവവചനമാകുന്ന വെള്ളത്താൽ കഴുകൽ പ്രാപിപ്പാൻ ഇന്ന് പകൽക്കാലം ഒന്ന് ഇടയായി തീരട്ടെ. ഡു നോട്ട് ഹാർഡൻ യുവർ ഹാർട്ട്സ്. എന്താ ഈ ഹൃദയ കാഠിന്യത്തിൻ്റെ പ്രത്യേകത? നമ്മൾ പറയും, ഞാൻ ചർച്ചിൽ വരുന്നുണ്ട്, ഞാൻ സഭയെ കൊടുക്കുന്നുണ്ട്, ഞാൻ പല പ്രയർ മീറ്റിങ്സിന് ഞാൻ പാർട്ടാണ്, ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ബട്ട് if you will not allow the word to enter your heart, and if you do not obey it, just being a mere hearer of the word, then you have hardened your hearts. എന്താ അതിൻ്റെ അർത്ഥം? പള്ളി വരുന്നുണ്ട്, വേലയ്ക്ക് കൊടുക്കുന്നുണ്ട്, സ്തോത്രം, എല്ലാ മീറ്റിങ്ങിലും സംബന്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ യാഡ് സ്റ്റിക്ക് വെച്ച് നമ്മളെ വിലയിരുത്തുമ്പോൾ നാം തികഞ്ഞവരല്ല. നമ്മുടെ ഹൃദയം കഠിനപ്പെടുന്നതിൻ്റെ കാരണം എന്താ? വചനം കേട്ടിട്ടും പല ആവർത്തി കേട്ടിട്ടും ദൈവവചനത്തിൽ സമർപ്പിച്ചുകൊണ്ട് വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയുവാൻ കഴിയുന്നില്ലെങ്കിൽ, സ്തോത്രം, ആ സൗമ്യത ഏറ്റെടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ആ താഴ്മ ഏറ്റെടുക്കുവാൻ കഴിയുന്നെങ്കിൽ, കർത്താവേ, ഞാൻ അനിഷ്ട മനുഷ്യൻ, എന്നെ ഒന്ന് കഴുകണമേ, എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഒന്ന് താഴുവാൻ ആര് തയ്യാറാകുമോ, അങ്ങനെയുള്ളവരെയാണ് സ്വർഗം ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഡു നോട്ട് ഹാർഡൻ യുവർ ഹാർട്ട്സ്, ഡു നോട്ട് ടെംപ്റ്റ് ദ ലോർഡ്. ദൈവം പറയുന്നു, ഈ തലമുറയോട് എനിക്ക് നീരസം തോന്നി. നമ്മെക്കുറിച്ച് ദൈവം അങ്ങനെ പറയാതെ നമുക്ക് പറയട്ടെ, ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. As God said about David, let's say he's a man after God's own heart. ദൈവത്തിൻ്റെ ഹൃദയത്തിന് അനുസരിച്ച്, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയും പുരുഷനുമായിരിക്കാൻ സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. അതിനുവേണ്ടി എത്ര പേരൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ, എല്ലാവരും അല്പസമയം സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, 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 Hallelujah. Glory to God. Glory to God. Shudamana hattura magadal pramana raudamanada. ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരുമ്പോൾ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണമെങ്കിൽ, നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ, ഇന്ന് വചനം മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാം അല്പസമയം സ്തോത്രം ചെയ്യാം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. വഴിയൊരുക്കും അവനാഴികളിൽ വാലങ്കൈ പിടിച്ചവൻ. ഓ, വഴിയൊരുക്കും ആഴികളിൽ വാലങ്കൈ പിടിച്ച വഴി നടത്തും. വാതിലുകൾ പലതും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ.